രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 141ാമത്തെ എപ്പിസോഡ് രാധാദേവിയുടെ അനുഗ്രഹത്താൽ കടക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് പ്ലേലിസ്റ്റിൽ കിട്ടും. നമുക്ക് തിങ്കളാഴ്ച നാരായണീയമുണ്ട്, ചൊവ്വാഴ്ച രാധയുടെ പ്രണയമുണ്ട്, വ്യാഴാഴ്ച അഷ്ടപതി ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. ചിലർ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് വരുന്നവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ടാണ് എന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ 9645333999. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക. പിന്നെ അതേ തികച്ചും സൗജന്യമായിരിക്കും. ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കുന്നതല്ല. എന്ന് മാത്രവുമല്ല, ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് പ്ലേലിസ്റ്റിലുണ്ട്, കേൾക്കണം. ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്ലേലിസ്റ്റിലുണ്ട്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധികാ കവചം 2 ഉണ്ട്. ആ 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതേ കണക്ക് രാധാ സഹസ്രനാമവും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അത് വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയുമുണ്ട്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. പ്രാർത്ഥിച്ചിട്ട് കടക്കാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധവായ രാധേശ്വരായ സ്വാഹ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മാക്കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ രാധയുടെ പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? അതിനു മുമ്പ് ഒരു കാര്യം, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കാണണേ. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ എൻ്റെ 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ കൃഷ്ണനെ മാത്രം ആരാധിച്ചിരുന്ന ഞാൻ എങ്ങനെയാണ് രാധാഭക്തൻ ആയത് എന്നതാണ് ആ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ നമ്മുടെ വീഡിയോ രാധേ രാധേ ഓ രാധേ രാധേ എന്നാണ് അതിൻ്റെ പേര്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഉഗ്രൻ അഭിപ്രായം നമ്മുടെ റുമാനിയയിലുള്ള ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ലക്ഷ്മിയുടെ അഭിപ്രായം കേൾക്കുക, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാധയുടെ പ്രണയത്തിലേക്ക് വരാം. രാധേ രാധേ സർ. ഇന്നത്തെ വീഡിയോ കണ്ടു, വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാധേ രാധേ നമ്മുടെ പ്രാർത്ഥന, ആ ഒരു ഗാനം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് സാറ് പറഞ്ഞു തന്നതിന് വളരെ വളരെ നന്ദി. അതുപോലെ തന്നെ സാർ ഇന്നത്തെ വീഡിയോയിൽ സാർ പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഞാൻ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ശ്യാമകുണ്ടിലെ ഓളങ്ങളും താമരപ്പൂക്കളും, ആ താമരപ്പൂവും ഓളങ്ങളും തമ്മിലുള്ള ആ ഒരു ഇതും, അത് രാധാറാണിയുടെ കൈകളുമായി സാറ് പ്രതീകാത്മകമായി ഉപമിക്കുകയും രാധാറാണിയുടെ കൈ എങ്ങനെയാണ് ഭഗവാനെ തടഞ്ഞു നിർത്തുന്നത് അത് സാറ് നമുക്ക് നന്നായി പറഞ്ഞു തന്നു. അത് നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്കത് നമ്മുടെ ആ ഒരു മെഡിറ്റേഷനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ വരുന്ന തേനീച്ചകളും ശക്തമായ കാറ്റും സാറ് താമരപ്പൂവും എല്ലാം രാധാറാണിയുടെ മുഖവുമായിട്ടാണ് സാർ ഉപമിച്ചിരിക്കുന്നത്. അതും നമുക്ക് നന്നായി അത് നമ്മുടെ മെഡിറ്റേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാധാറാണിയുടെ കപടമായ ദേഷ്യവും ഗോവർദ്ധനഗിരി ഈ പീക്കോക്കായി മാറുന്നതും, അതായത് മയിലായി മാറുന്നതും, ആ ഒരു പരിവർത്തനം സാറ് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ആ ഒരു പരിവർത്തനം ഭഗവാന്റെ കൺപീലികളുമായിട്ടാണ് സാർ അതവിടെ കവി അവിടെ ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സാർ അത് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത നികുഞ്ചവും, അതുപോലെ തന്നെ സുബലയും മധുമംഗലയും ഉജ്ജ്വലയും അങ്ങനെയുള്ള ഗോപന്മാരുടെയൊക്കെ പേര് സാർ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു സുബല നന്ദ കുഞ്ച് അല്ലെ, രാധാറാണിയുടെ അവിടുത്തെ മാനസ പവനഘട്ട്, അവിടുത്തെ വെള്ളവും തേൻതുള്ളികളുമായിട്ട് സാർ ഉപമിച്ചിരിക്കുന്നു. അതെല്ലാം നമുക്ക് ഒരു പുതിയൊരു അറിവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കഥ കേട്ട് ചുമ്മാ കളയാതെ ഇതെല്ലാം ഈ മൈന്യൂട്ടായിട്ടുള്ള വൃന്ദാവനത്തിലെ ഓരോരോ വസ്തുക്കളും രാധാകൃഷ്ണന്മാരുടെ പ്രണയത്തിന്റെ എങ്ങനെ ഭാഗമായി മാറി എന്നുള്ളതാണ് സാർ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ആ ജിൽ എന്നുള്ള ആ ഒരു മണിച്ചിലങ്ക, അപ്പം രാധാറാണിയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാൻ ഭാഗ്യപ്പെട്ട ഒരുപാട് പുണ്യാത്മാക്കളുണ്ട്. പക്ഷെ അത് ഇതുവരെ കേൾക്കാൻ സാധിച്ചില്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്ക് സാറിന്റെ ആ ഒരു ജിൽ ശബ്ദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ആനന്ദം ഉളവാക്കി. അതുപോലെ തന്നെ രാധാറാണിയുടെ ആ ചുരുണ്ട തലമുടിയും, പിന്നെ ഒരു വൃക്ഷത്തിൽ നിന്ന് വേറൊരു വൃക്ഷത്തിലേക്ക് രാധാറാണി പരസ്പരം ഓടുന്നതും, രാധാകൃഷ്ണന്മാരെ ഒടുവിൽ കണ്ടുമുട്ടുന്നതും, അവിടെ അവര് പിടിമുറുക്കുമ്പോൾ നമുക്കും ആ അവരുടെ തൃപ്പാദത്തിൽ, അതായത് രാധാകൃഷ്ണന്മാരുടെ തൃപ്പാദത്തിൽ നമുക്കും പിടിമുറുക്കാം സർ. അതുപോലെ തന്നെ അവർ മുല്ലപ്പള്ളിയും തേന്മാവുമായി അവർ മാറുമ്പോൾ നമുക്കും നമ്മുടെ ഭക്തി അവരിലേക്ക് പടർത്തി രാധാകൃഷ്ണന്മാരുടെ പ്രണയത്തിൽ മുഴുകിയിരിക്കാമെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയ സന്ദേശം, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പം സാർ വേറൊന്നുമില്ല സർ. രാധേ രാധേ. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ആഴ്ചത്തെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. രാധേ രാധേ. അപ്പോൾ റുമാനിയയിൽ നിന്നുള്ള ലക്ഷ്മിയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. വളരെയധികം നന്ദി ലക്ഷ്മി. നിങ്ങൾക്കും ഓരോ എപ്പിസോഡിനെയും കുറിച്ചുള്ള അഭിപ്രായം എന്നെ എഴുതി അറിയിക്കാവുന്നതാണ്. അതേ കണക്ക് തന്നെ രാധാറാണി എനിക്ക് സ്വപ്നദർശനം നൽകിയ മന്ത്രം, പരമപവിത്രമായ മന്ത്രം, ആ മന്ത്രം ഞാൻ കൃഷ്ണമന്ത്രം രാധ പറഞ്ഞതെന്ന് പറഞ്ഞ് ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധാജിയുടെ അനുഗ്രഹം കിട്ടിയാൽ
അതേ മന്ത്രത്തിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഒരെണ്ണമുണ്ട്. അതാണ് രോഗം ശമിപ്പിക്കുന്ന മന്ത്രമാണ്. അത് പക്ഷേ രാധാജിയുടെ അനുമതി കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റൂ. കിട്ടിക്കഴിഞ്ഞാൽ ആ രോഗം ശമിപ്പിക്കുന്ന മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയാണ്. നിശ്ചയമാണ്, നിശ്ചയം. അപ്പോൾ ഡോക്ടർമാർ എഴുതിത്തള്ളിയ രോഗങ്ങൾ വരെ അതായത് എഴുതിത്തള്ളിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്തായാലും അത് അനുവാദം കിട്ടിയാൽ ഞാൻ ഉടനെ പറഞ്ഞു തരുന്നതാണ്. യമുനയുടെ തീരം, യമുനയുടെ തീരത്തുള്ള അക്ഷയവടത്തിൻ്റെ ചുവട്ടിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഉദ്ധവൻ അവിടേക്ക് കയറി വന്നു. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താ ഉദ്ധവ, നിന്റെ മുഖത്തൊരു ഒരു വിഷാദം പോലെ, ഒരു വിഷമം പോലെ, എന്താണ് സംഗതി? അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, നോക്കൂ കൃഷ്ണ, എനിക്ക് അങ്ങയോടൊരു പരിഭവമുണ്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആഹാ, ഉദ്ധവൻ എന്നോട് പരിഭവമോ? ഉദ്ധവ, നിനക്ക് എപ്പോഴും എന്നോട് സ്നേഹമാണെന്നാണല്ലോ കരുതുന്നത്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങയോടൊരല്പം പരിഭവമുണ്ട്. ഞാൻ കൊടുത്ത വാക്ക് അങ്ങ് പാലിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അല്ല, ഉദ്ധവൻ എനിക്ക് വേണ്ടി വാക്കും കൊടുത്തോ? ഉദ്ധവ, നീ ആർക്ക് എന്ത് വാക്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കൃഷ്ണൻ അത് പാലിച്ചിരിക്കും. കാരണം നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ആട്ടെ, നീ ആർക്കാണ് വാക്ക് കൊടുത്തത്? അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, കൃഷ്ണ, ഒന്നും അറിയാത്ത കണക്കിങ്ങനെ കുസൃതി കാണിക്കരുത് കേട്ടോ. കൃഷ്ണ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഗോകുലത്തിൽ പോയി ഗോപികമാരെ കണ്ടു, രാധയെ കണ്ടു, അവരെയൊക്കെ ഞാൻ ആശ്വസിപ്പിച്ചു. പക്ഷേ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു. എന്താണ്? ശ്രീകൃഷ്ണനെ എത്രയും പെട്ടെന്ന് ഞാൻ വൃന്ദാവനത്തിൽ എത്തിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ, അവരെന്നെ വിടത്തില്ല. ആ ഒരൊറ്റ വാക്കിൻ്റെ ബലത്തിലാണ് അവരെന്നെ വിട്ടത്. അവരുടെ ഭക്തി കണ്ട് ഞാൻ അമ്പരന്നു പോയി. എൻ്റെ ഈ വാക്ക് അങ്ങ് പാഴാക്കരുത്. ഈ ഉദ്ധവൻ അങ്ങയെ വൃന്ദാവനത്തിൽ എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയായിട്ടും കൃഷ്ണ, അങ്ങേക്ക് വൃന്ദാവനത്തിലൊന്ന് പോകണമെന്ന് തോന്നിയില്ലല്ലോ. അതിൻ്റെ പേരിൽ ഈ ഉദ്ധവന് അപാരമായ പരിഭവമുണ്ട്. കൃഷ്ണ, നോക്കൂ, ഞാൻ കൃഷ്ണൻ്റെ കഠിന ഭക്തനാണെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം എനിക്ക് തീർന്നത് അവിടെ ചെന്നപ്പോഴാണ്. അവിടുത്തെ ഗോപികമാരുടെയും രാധയുടെയും ഭക്തിയും പിന്നെ രാധയുടെ പ്രണയവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒന്നുമല്ല. രാധയുടെ പാദത്തിൻ്റെ ധൂളിയെടുത്ത് ശിരസിൽ വെക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് മനസ്സിലായി. ആ വൃന്ദാവനത്തിൽ ഒരു പുൽക്കൊടിയായി പിറന്നാൽ പോലും ഭാഗ്യമാണ്. കാരണം എത്രയോ തവണ ആ പുൽക്കൊടിയുടെ പുറത്ത് കൃഷ്ണ അങ്ങയുടെയും രാധാറാണിയുടെയും പാദങ്ങൾ പതിയും. അതുകൊണ്ട് എൻ്റെ വാക്ക് പാഴായി പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കൃഷ്ണ, വൃന്ദാവനത്തിൽ പോകണം. കൃഷ്ണ, വൃന്ദാവനത്തിൽ പോകണം. കൃഷ്ണനെ വൃന്ദാവനത്തിൽ എത്തിക്കാമെന്ന് ഞാൻ കൊടുത്ത വാക്ക് പാഴ്വാക്കാകരുത്. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ പ്രിയ സുഹൃത്താണ് ഉദ്ധവ. നീ എന്നെ ഇത് ഓർമ്മിപ്പിച്ചത് വളരെ നന്നായി. ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ നിന്നും മധുരയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ അവർക്ക് വാക്കു കൊടുത്തതായിരുന്നു, ഞാൻ വൃന്ദാവനത്തിലേക്ക് വരുമെന്ന്. ഇതുവരെ എനിക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ ഉദ്ധവ, നമ്മൾ പോകുന്നു. ഉദ്ധവൻ ചോദിച്ചു, എന്ന്? നാളെ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഉദ്ധവൻ വന്നൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഈ കൃഷ്ണൻ അത് കേൾക്കാതിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ നാളെ തന്നെ പോവുകയാണ്. അടുത്ത ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ദേ ഭരണവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കുറച്ചു ദിവസത്തേക്ക് ജ്യേഷ്ഠനാണ് നോക്കുന്നത്. ബലരാമൻ പൊതുവെ അലസനാണ്.
ബലരാമൻ ഇങ്ങനെ ഉല്ലസിച്ച് രസിച്ച് നടക്കണം, അല്പം മധുരയൊക്കെ സേവിച്ച് ഇങ്ങനെ നടക്കണം. ബലരാമൻ പറഞ്ഞു, നീ എവിടെ പോകുന്നു? എനിക്കിതൊന്നും നോക്കാനൊന്നും വയ്യ. അല്ലെങ്കിലും എൻ്റെ അനുജ കൃഷ്ണ, നിന്റെ നയതന്ത്രജ്ഞതയൊന്നും എനിക്കില്ല. നിനക്ക് മാത്രമേ ഈ രാജ്യഭാരങ്ങളൊക്കെ പറ്റൂ. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കേട്ടാൽ അങ്ങ് പറയും പോയിട്ട് വരാൻ. അപ്പോൾ പറഞ്ഞു, അതേത് സ്ഥലം? അങ്ങനൊരു സ്ഥലമുണ്ടോ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഉണ്ട് ജ്യേഷ്ഠ, ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം. ബലരാമൻ ചിരിച്ചിട്ട് പറഞ്ഞു, അതേതാണ് അനുജ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അങ്ങേക്ക് അറിയില്ലേ, ഈ ഭൂമിയിൽ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം വേറെ ഇല്ല ജ്യേഷ്ഠ. നമ്മൾ ഓടിക്കളിച്ച വൃന്ദാവനം. കൃഷ്ണ, എന്താ ജ്യേഷ്ഠ? നീ വൃന്ദാവനത്തിൽ പോകുന്നോ കൃഷ്ണ? ഞാൻ പോകുന്നു ജ്യേഷ്ഠ. ഞാനും വരട്ടെ നിന്റെ കൂടെ. വേണ്ട ജ്യേഷ്ഠ, കാരണം ഒന്ന്, ഇവിടെ ഭരിക്കാൻ ഒരാൾ വേണം. നമ്മൾ രണ്ടും ഒത്തുപോയാൽ പറ്റില്ല. പിന്നെ ജ്യേഷ്ഠ, ഞാൻ ഇപ്രാവശ്യം പോകുന്നതിന് ഒരു ഗൂഢ ഉദ്ദേശമുണ്ട്. ബലരാമനൊന്ന് കുലുങ്ങി ചിരിച്ചിട്ട് പറഞ്ഞു, രാധ, അതല്ലേ നിന്റെ ഗൂഢ ഉദ്ദേശം? കൃഷ്ണ, ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് പരിഭവമുണ്ട്. നീ എന്തേ രാധയെ മറക്കുന്നു? നീ എന്തേ രാധയെ വിവാഹം കഴിക്കാത്തത്? നീ രാധയെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവാ, ഞാനില്ലേ അവരെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം ജ്യേഷ്ഠ, ഈ കൃഷ്ണനോടൊപ്പം എല്ലാ കാര്യത്തിനും എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടാകും. അതെനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനല്ലേ. തൽക്കാലം ഞാൻ പോയിട്ട് വരട്ടെ. കൃഷ്ണ, ഇതാ നിന്റെ ഒരു പ്രശ്നം. ഞാൻ എന്തെങ്കിലും ഒന്ന് ഗൗരവമായിട്ട് പറയും, നീ ഉടനെ മധുരമായ വാക്കുകൾ പറഞ്ഞ് എന്നെ അങ്ങ് മയക്കും. എൻ്റെ പുന്നാര ജ്യേഷ്ഠനല്ലേ, ഞാൻ പോയിട്ട് വരട്ടെ. ബലരാമൻ പറഞ്ഞു, നീ പോയിട്ട് വാ. നീ നിശ്ചയമായും രാധയെ കാണണം. നീ അവളെ ആശ്വസിപ്പിക്കണം. പറ്റുമെങ്കിൽ അവളെ നീ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഗോവർദ്ധന പർവ്വതത്തെ അവിടുന്ന് അടിയിൽ നിന്ന് തന്നെ പിഴുതെടുത്ത് മധുരയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഈ കൃഷ്ണൻ നിഷ്പ്രയാസം കൊണ്ടുവരും. അതല്പം പോലും പ്രയാസമില്ല. പക്ഷേ രാധയെ വൃന്ദാവനത്തിൽ നിന്ന് പറിച്ചു നടുക അത് അസാധ്യമാണ് ജ്യേഷ്ഠ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ഒരു നിമിഷം നിന്നു. കൃഷ്ണന്റെ ഉള്ളിലൂടെ രാധാസ്മരണകൾ ഇങ്ങനെ മിന്നി മറഞ്ഞു. ബലരാമൻ ജ്യേഷ്ഠൻ അത് മനസ്സിലായി. ബലരാമൻ ജ്യേഷ്ഠൻ വന്ന് കൃഷ്ണന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നീ പോയിട്ട് വാ കൃഷ്ണ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം കൃഷ്ണനെയും ഉദ്ധവനെയും വഹിച്ചുകൊണ്ട് രഥം പായുകയാണ്. കൃഷ്ണന്റെ മനസ്സ് രഥത്തിനോടൊപ്പം ആടി ഉലയുകയാണ്. വൃന്ദാവനം, ഗോപികമാര്, ഗോപന്മാര്, രാധ, യശോദ മാതാവ്, നന്ദൻ, തന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച ഗോക്കള്, അങ്ങനെ എന്തെല്ലാം എത്ര നാളായി വൃന്ദാവനത്തിലെ കാറ്റേറ്റിട്ട്, എത്ര നാളായി യമുനയുടെ തീരത്ത് ചെന്നിരുന്നിട്ട്, എത്ര നാളായി യമുനയിലൊന്ന് മുങ്ങിക്കുളിച്ചിട്ട്. രാജാവായതിനു ശേഷം തനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് കൃഷ്ണൻ ആലോചിക്കുകയായിരുന്നു. അതേ, രാജാവാകണ്ടായിരുന്നു. ആ ഇടയ ചെറുക്കനായാൽ മതിയായിരുന്നു. എങ്കിൽ എനിക്ക് ഗോപികമാരോടൊത്ത് രാസലീലയാടാമായിരുന്നു. രാത്രി ഓടക്കുഴൽ വിളിക്കുമ്പോൾ എൻ്റെ രാധ ഇറങ്ങി വരും. അവളെ എൻ്റെ മടിത്തട്ടിൽ എനിക്ക് കിടത്താമായിരുന്നു. അവളുമായി പ്രേമസല്ലാപങ്ങളിൽ ഏർപ്പെടാമായിരുന്നു. അവളുമായി എനിക്ക് യമുനയിൽ നീന്തി തുടിക്കാമായിരുന്നു. എനിക്ക് ഗോക്കളമേയിച്ച് കാടുകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആ കിട്ടുന്ന ആനന്ദം അതെനിക്കൊരിക്കലും ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നില്ല. ഉദ്ധവൻ കൃഷ്ണനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. കൃഷ്ണൻ ഗാഠമായ ചിന്തയിലാണെന്ന് നമ്മുടെ ഉദ്ധവന് മനസ്സിലായി. കൃഷ്ണന്റെ മനസ്സ് ആടി ഉലയുകയാണ്. രാധ അവളിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? അവളിപ്പോൾ എവിടെയായിരിക്കും? അവളുടെ കൊട്ടാരത്തിലായിരിക്കുമോ?
അതോ യമുനയുടെ തീരത്തായിരിക്കുമോ? അതോ കടമ്പിൻ വൃക്ഷത്തിന്റെ ചുവട്ടിലായിരിക്കുമോ? അവൾ ഇപ്പോൾ എന്നെ ഓർക്കുകയാണോ? അവൾ ഇപ്പോൾ എന്നെ ഓർക്കുകയായിരിക്കുമോ? എന്നെ കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ ഭാവം? എന്തായിരിക്കും അവളുടെ ഭാവം? മധുരയിൽ ഞാൻ നിരവധി സ്ത്രീകളെ കണ്ടു, നിരവധി പരിഷ്കൃതകളായ സ്ത്രീകളെ കണ്ടു. പക്ഷേ രാധയ്ക്ക് തുല്യമായ ഒരാളെ ഈ കൃഷ്ണൻ ഇതുവരെയും കണ്ടിട്ടില്ല. കൃഷ്ണൻ അന്വേഷിക്കുകയാണ്, പക്ഷേ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ചിന്തിച്ച് അതേ കൃഷ്ണന്റെ രഥം ഗോവർദ്ധനം കടന്നു, ഗോപവാടങ്ങൾ പിന്നിട്ടു, യമുനാ തീരത്തെത്തി, രഥം നിന്നു. ആ സമയത്ത് കൃഷ്ണന്റെ രഥങ്ങൾ അങ്ങോട്ട് രഥം കണ്ടപ്പോഴേക്കും കന്നുകാലികൾ അത് തിരിച്ചറിഞ്ഞു, ഇത് കണ്ണന്റെ രഥമാണെന്ന് തിരിച്ചറിഞ്ഞു. അവര് ഓടി വന്നു, അവരെല്ലാവരും കൂടെ ഓടി വന്നപ്പോൾ ആ പശുക്കള് രഥത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കൃഷ്ണനെ തലയിട്ട് ആട്ടി വിളിച്ചു. അവരിങ്ങനെ ഉത്കണ്ഠാകുലരായിട്ട് നിൽക്കുകയാണ്. കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പശുക്കള് കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നു. അവരുടെ അകിട് നിറഞ്ഞു, അവരുടെ മുലകൾ ചുരന്നു, അവര് വാലിട്ടിളക്കി, ചെവിയാട്ടി, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവരാ രഥത്തെ വളഞ്ഞു. അവര് കൃഷ്ണനെ വളഞ്ഞു നിന്നു, കൃഷ്ണനെ മുട്ടി ഉരുമ്മി നിന്നു. കൃഷ്ണനാകട്ടെ ഓരോ പശുക്കളുടെയും പേര് പറഞ്ഞു വിളിക്കാൻ തുടങ്ങി. അല്ല നന്ദിനി, എന്താണ്, നിനക്ക് സുഖമാണോ? അല്ല ഗൗരി, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ ഒന്നും കൂടെ ഒന്ന് കൊഴുത്തല്ലോ, നന്നായല്ലോ. അങ്ങനെ ഓരോ പശുക്കളുടെയും പേര് വിളിച്ചിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പശുക്കളോട് പറഞ്ഞു, കരയാതെ ഞാൻ വന്നില്ലേ. മനുഷ്യന്റെ കണ്ണീര് തുടയ്ക്കുന്നത് പോലെ കൃഷ്ണൻ പശുക്കളുടെ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു, കരയാതെ. അവിടെ നിന്ന് ഒരു പശുക്കുട്ടിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ഈ സമയത്ത് അല്പം അകലെയായിട്ട് ശ്രീതാമാവും കൂട്ടുകാരും നിൽക്കുകയാണ്. അപ്പൊ ശ്രീതാമാവ് പറഞ്ഞു, അവിടെ എന്താണ് ഒരു ബഹളം കേൾക്കുന്നത്? ഒരു രഥം വന്ന് നിൽക്കുന്നല്ലോ, നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പൊ ഓടി വന്നപ്പോ ശ്രീതാമാവ് പറഞ്ഞു, എൻ്റെ വലത് കണ്ണ് തുടിക്കുന്നു, എൻ്റെ ഹൃദയം തുടിക്കുന്നു, ഏതോ നല്ല വാർത്തയാണെന്ന് തോന്നുന്നു. കണ്ണനാണോ അത്? ശ്രീതാമാവും കൂട്ടരും ഓടി വരികയാണ്. അങ്ങനെ വന്ന് രഥത്തിനടുത്തെത്തിയപ്പോൾ അവര് കൃഷ്ണനെ കണ്ടു. ഒരു നിമിഷം അവരൊന്ന് നിന്നു. അപ്പോൾ അവർ ഓടി വന്നു, കണ്ണാ. കൃഷ്ണൻ വിളിച്ചു, ശ്രീതാമാവേ. കൃഷ്ണൻ ഓടി വന്ന് ശ്രീതാമാവിനെ വാരിപ്പുണർന്നു. ശ്രീതാമാവ് കൃഷ്ണനെ വാരിപ്പുണർന്നു. കൃഷ്ണൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു, എത്ര നാളായി കണ്ണാ എന്നുള്ള വിളി കേട്ടിട്ട്, എത്ര നാളായി കണ്ണാ എന്നുള്ള വിളി കേട്ടിട്ട്. വസുദേവ കൃഷ്ണൻ എന്ന വിളി കേട്ട് മടുത്തു. കണ്ണ എന്ന വിളി കേൾക്കുമ്പം കിട്ടുന്ന ആ കുളിർമ ശ്രീതാമാവിനെ തന്റെ നെഞ്ചോട് ചേർത്തു. അപ്പോൾ ശ്രീതാമാവ് പറഞ്ഞു, കണ്ണ നീ വന്നല്ലോ കണ്ണ, എത്ര നാളായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നീ ഞങ്ങളെ മറന്നോ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, ഇല്ല ശ്രീതാമാവേ, നിങ്ങളെ മറന്നാൽ കൃഷ്ണനെ തന്നെ മറക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും കൃഷ്ണന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശ്രീതാമാവേ. പക്ഷേ പല തിരക്കുകൾ മുഖാന്തരം എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഉദ്ധവൻ നന്ദന്റെ വീട്ടിലെത്തി. നന്ദനോടും യശോദയോടും പറഞ്ഞു, കൃഷ്ണൻ വന്നിരിക്കുന്നു. ശ്രീതാമാവും കൂട്ടരും അവിടുന്ന് അസ്ത്രം വിട്ടതുപോലെ പാഞ്ഞു. ഗോകുലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും, വൃന്ദാവനത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ചെന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു കൂവി, കൃഷ്ണൻ വന്നേ. നമ്മുടെ കണ്ണൻ വന്നേ. ആ ശബ്ദം വൃന്ദാവനമാകെ മാറ്റൊലിക്കൊണ്ടു. ഗോപന്മാരും ഗോപികമാരും എല്ലാം ഇറങ്ങി. എല്ലാവരും പായുകയായിരുന്നു നന്ദന്റെ ഭവനത്തിലേക്ക്. ആ സമയത്താണ് പീതാംബര വേഷധാരിയായ ശ്രീകൃഷ്ണൻ നന്ദന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നത്. യശോദാമ്മ കണ്ടു. ഒരു നിമിഷം യശോദാമ്മ ഒന്ന് നിന്നു. ഇവൻ ഇന്നെന്റെ പഴയ കണ്ണനല്ല, ഇവൻ രാജാവാണ്.
രാജാവാണ്, ഇവനെ ഞാൻ ആലിംഗനം ചെയ്യണോ ഒരു നിമിഷം ഒന്ന് നിന്നു. പക്ഷേ വളരെ പെട്ടെന്ന് കൃഷ്ണന്റെ വിളി വന്നു, അമ്മേ. അപ്പോൾ അവർക്കത് പഴയ കണ്ണനായി, ഉണ്ണിക്കണ്ണനായി. യശോദാമ്മ ഓടി വന്ന് കൃഷ്ണനെ വാരി പുണർന്നു, കൃഷ്ണന്റെ കവിളുകൾ പിടിച്ചു വലിച്ചു. കണ്ണ, എൻ്റെ ഉണ്ണിക്കണ്ണ, എൻ്റെ ഉണ്ണിക്കണ്ണ, നീ ഏത് രാജാവായാലും അമ്മയ്ക്ക് കണ്ണൻ തന്നെ. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ രാജാവാണെന്ന് ആര് പറഞ്ഞു? ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണനല്ലേ, അമ്മയുടെ മാത്രം കണ്ണൻ. ഇതെല്ലാം കണ്ട് നിശബ്ദനായി മാറി നിന്നു നന്ദൻ. അസാധാരണമായ ഒരു കഥാപാത്രമാണ് നന്ദൻ എന്ന് പറയുന്നത്. എല്ലാം കണ്ട് നിശബ്ദനായി നന്ദൻ മാറി നിന്നു. പണ്ട് താൻ എടുത്തുകൊണ്ട് നടന്ന മകനല്ല ഇവൻ. അപ്പോൾ കൃഷ്ണൻ അത് ശ്രദ്ധിച്ചു. കൃഷ്ണൻ പതുക്കെ നന്ദന്റെ അടുക്കൽ വന്നു, നന്ദന്റെ കാല് തൊഴുതു. നന്ദൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കൃഷ്ണന്റെ നെറ്റിയിൽ ചുംബിച്ചു. നന്നായി വരും മകനെ, നന്നായി വരും മകനെ. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഗോപന്മാരും ഗോപികമാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പീതാംബരം വീശി, ശംഖു വിളിച്ചു കൃഷ്ണനെ എതിരേറ്റു, പടകമടിച്ചു, ഭേരി മുഴക്കി, അവർ നൃത്തം ചവിട്ടി. യശോദാമ്മയുടെയും നന്ദന്റെയും കയ്യിൽ നിന്ന് കൃഷ്ണനെ ഗോപന്മാരും ഗോപികമാരും തട്ടിയെടുക്കുകയായിരുന്നു. ഓരോ ഗോപന്മാരും ഗോപികമാരും ഓരോരുത്തരായി എത്തി കൃഷ്ണനോട് 1000 കാര്യം പറഞ്ഞു. കൃഷ്ണൻ എല്ലാം പുഞ്ചിരിയോടെ കേട്ടു നിന്നു. ചിലരവരുടെ സങ്കടങ്ങൾ പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ അവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും കൃഷ്ണന്റെ കണ്ണുകൾ അവർക്കിടയിൽ പരതുകയായിരുന്നു. രാധയെവിടെ, രാധയെവിടെ? ഈ സമയത്ത് ഒരു ഗോപൻ ഓടി വൃഷഭാനുവിന്റെ കൊട്ടാരത്തിലെത്തി. ഓടി കിതച്ചെത്തിയിട്ട് പറഞ്ഞു, രാധേ, രാധേ, കൃഷ്ണൻ വന്നു. ഒരു നിമിഷം രാധാറാണി നിശ്ചലയായി. ഒരു നിമിഷം രാധാറാണി നിശ്ചലയായി. രാധാറാണിയുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. കണ്ണൻ വന്നു, കണ്ണൻ വന്നു. പുറത്തേക്ക് കുതിക്കാൻ വേണ്ടി രാധാറാണിയുടെ ഹൃദയം വെമ്പി. കാലുകൾ ഒരടി മുന്നോട്ട് വെച്ചു. പെട്ടെന്ന് പിടിച്ചു കെട്ടിയതുപോലെ രാധ നിന്നു. രാധാറാണി തിരികെ ചെന്ന് തൻ്റെ ഒരു രാജധാനിയിലെ പ്രത്യേകമായി തനിക്കുള്ള ഇരിപ്പിടത്തിൽ പോയി രാധാറാണി ഇങ്ങനെ ഇരുന്നിട്ട് രാധാറാണി സ്വയം പറഞ്ഞു, കണ്ണൻ വന്നു, കണ്ണൻ വന്നു. ഇല്ല, രാധ വരുന്നില്ല കണ്ണനെ കാണാൻ, രാധ വരുന്നില്ല കണ്ണനെ കാണാൻ. ആ സമയത്താണ് ഇവിടെ ഗോപികമാരാൽ വളഞ്ഞു നിൽക്കുന്നത്. ഗോപികമാരുടെ എല്ലാ പരാതികളും കൃഷ്ണൻ കേൾക്കുന്നു, അവയ്ക്ക് മറുപടി കൊടുക്കുന്നു. അപ്പോഴും കൃഷ്ണന്റെ കണ്ണുകൾ പരതുന്നു. രാധ എവിടെ, രാധ എവിടെ? കൃഷ്ണന്റെ മനസ്സ് ചോദിക്കുന്നു, രാധ എവിടെ, രാധ എവിടെ, എവിടെ രാധ, എവിടെ രാധ? പക്ഷേ കൃഷ്ണൻ അറിയാം, രാധ വരില്ല, രാധ വരില്ല. ഞാൻ രാജാവല്ല, ചക്രവർത്തിയായാലും ശരി, എന്നെ തേടി രാധ വരില്ല. കൃഷ്ണൻ മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാം രാധേ, എനിക്കറിയാം രാധേ, നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തുന്നതും ഈ ഗുണം തന്നെയാണ്. ഞാൻ ചക്രവർത്തിയായാലും ശരി, ആരായാലും ശരി, നീ വരില്ല. എനിക്കറിയാം, എനിക്കറിയാം രാധേ. എങ്കിലും ഇവിടെ എവിടെയെങ്കിലും നീ പരതി നിപ്പുണ്ടോ? കൃഷ്ണൻ ചോദിച്ചു. രാധ എവിടെ, രാധ എവിടെ, രാധ എവിടെ? രാധേ രാധേ. ദൈവത്തിന്റെ ദർശനം കിട്ടിയെന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അവർ വെറുതെ പറയും ഇങ്ങനെ ദൈവത്തിനെ കണ്ടു എന്നുള്ളതൊക്കെ. പക്ഷെ എന്നാൽ സാറിന് രാധാറാണിയുടെ ദർശനം കിട്ടിയെന്നതിന് ആ മന്ത്രം തന്നെ തെളിവാണ്. രാധവായ എന്ന വാക്ക് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഗൂഗിൾ വരെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ രാഘവ എന്ന വാക്കാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു മന്ത്രം വേദങ്ങളിലും പുരാണങ്ങളിലും ഇല്ല. കാരണം ഞാനത് സെർച്ച് ചെയ്ത് നോക്കി. രാധാറാണിക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ ഒരു മന്ത്രം നിർമ്മിക്കാൻ കഴിയുന്നത്? സാറിനെ പരിചയപ്പെട്ടത് തന്നെ മുൻജന്മ പുണ്യാണ്. കാരണം ഇത്ര കറകളഞ്ഞ ഒരു രാധാഭക്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല, ഒന്നുമില്ല. മാത്രമല്ല അത്രയും
ഒന്നും ആഗ്രഹിക്കാതെയാണ് രാധാറാണിയുടെ ഓരോ കഥകളും പറയുന്നത്. എന്ന് വെച്ചാൽ അമ്മയോട് അത്രയ്ക്കും വലിയൊരു ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. മാത്രമല്ല രാധാറാണിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ദിലീപ് സാറ്. അത് നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല രാധാറാണിക്ക് അല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ഒരു മന്ത്രം നിർമ്മിക്കാൻ കഴിയില്ല. എങ്ങനെ രാധാഭക്തനായി എന്നുള്ള വീഡിയോ കേട്ടാൽ തന്നെ അറിയാം രാധാറാണിക്ക് സാറിനോടുള്ള ആ ഒരു സ്നേഹം. സാറിനെ പരിചയപ്പെട്ടത് മുൻജന്മ പുണ്യാണ്. ആ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്, അത് സാറ് സാധിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കല്യാണത്തിന് മുന്നേ എന്തായാലും ഞാൻ സാറിനെ അവിടെ വന്ന് കാണും. മാത്രമല്ല എൻ്റെ കല്യാണത്തിന് സാറ് പങ്കെടുക്കണം, എന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. അത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെയും വലിയൊരു ആഗ്രഹമാണ്. അപ്പം സാറ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാധേ രാധേ. ആളുകൾ ഓരോരുത്തരായി ഒഴിഞ്ഞു. ഗോപന്മാരും ഗോപികമാരും അവരുടെ വീടുകളിലേക്ക് പോയി. അപ്പോഴേക്കും നേരം ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്തിരുന്നു. യശോദാമ്മ കൃഷ്ണന് വേണ്ടി പഴയതുപോലെ കിടക്ക വിരിച്ചു. കൃഷ്ണൻ തൻ്റെ കിടക്കയിൽ അങ്ങനെ വന്ന് കിടന്നു. യശോദാമ്മ കുറേ നേരം അടുത്തിരുന്നു. കൃഷ്ണൻ്റെ കൈകൾ തൻ്റെ കൈകളിലെടുത്തു. അപ്പോൾ കൃഷ്ണൻ യശോദാമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ? അപ്പോൾ യശോദാമ്മ പറഞ്ഞു, മോനെ, എന്താ പറയേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയില്ല. നീ ഇനി എന്നാണ് അമ്മയെ കാണാൻ വരുന്നത്? നീ ഇനി എന്നാണ് മോനെ അമ്മയെ കാണാൻ വരുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വരും അമ്മേ, ഞാൻ വരും, ഞാൻ അമ്മയെ കാണാൻ വരും. ഇല്ലെങ്കിൽ അമ്മയ്ക്കെപ്പം എന്നെ കാണണമെന്ന് തോന്നുന്നുവോ അപ്പോൾ ഇവിടെ രഥവുമായി ആളെത്തും, അമ്മയെ കൊണ്ടുപോകും. അമ്മ വിഷമിക്കണ്ട. യശോദാമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് കൃഷ്ണൻ പതുക്കെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ പിതാശ്രീ കിടക്കുന്ന അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ നന്ദഗോപരിങ്ങനെ കണ്ണും തുറന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പതുക്കെ നടന്നടുത്ത് ചെന്നു. അദ്ദേഹം എന്തോ ഗാഠമായ ആലോചനയിലാണ്. കാരണം കൃഷ്ണൻ കണ്ണ് തുറന്നു കിടന്നിട്ടും കൃഷ്ണൻ വന്നതറിയുന്നില്ല. കൃഷ്ണൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിതാശ്രീ. അപ്പോൾ നന്ദഗോപൻ കൃഷ്ണന്റെ നേർക്ക് കണ്ണുകൾ തിരിച്ചു. കണ്ണുകൾ തിരിച്ചതിന് ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ നന്ദഗോപന്റെ അടുത്തിരുന്നു. നന്ദഗോപന്റെ കൈകളെടുത്ത് തൻ്റെ കൈകളിലേക്ക് വെച്ചു. പിതാശ്രീ, എവിടെയോ ഒരകൽച്ച എനിക്ക് തോന്നുന്നു പിതാശ്രീ. അപ്പോൾ നന്ദഗോപൻ എഴുന്നേറ്റു, കൃഷ്ണന്റെ അടുക്കലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ് കൃഷ്ണ, ബന്ധങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചില അകൽച്ചകൾ വരും കൃഷ്ണ. ഇന്ന് നീ ഞങ്ങളുടെ പഴയ മകനല്ല കൃഷ്ണ. ഇന്ന് നിനക്കൊരു പിതാവുണ്ട്, ഇന്ന് നിനക്കൊരു മാതാവുണ്ട്. അത് വസുദേവനും ദേവകിയുമാണ് കൃഷ്ണ. ആ സത്യം ഞാൻ അംഗീകരിക്കുന്നു. യശോദയ്ക്ക് ഇതുവരെയും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രവുമല്ല, നീ ഇന്ന് ചക്രവർത്തിയാണ് മകനെ. ഞങ്ങൾ വീണ്ടും പഴയ ആട്ടിടയർ തന്നെയാണ്. പിതാശ്രീ, അങ്ങനെ ഒന്നും പറയരുത് പിതാശ്രീ. ഞാനിപ്പോഴും ഞങ്ങളുടെ പഴയ കൃഷ്ണനാണ്. അപ്പോൾ നന്ദഗോപര് കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, പറയാൻ പറ്റുമോ കൃഷ്ണ? പറയാൻ പറ്റുമോ? നീ ഇപ്പോഴും ഞങ്ങളുടെ പഴയ നന്ദഗോപനാണെന്ന് പഴയ ബാലഗോപാലനാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ കൃഷ്ണ? കൃഷ്ണൻ നന്ദനെ തന്നെ ഇങ്ങനെ തുളിച്ചു നോക്കി. എപ്പോൾ നന്ദൻ പറഞ്ഞു, കൃഷ്ണ, നീ ഞങ്ങളുടെ പഴയ ബാലഗോപാലനാണോ അല്ലയോ എന്ന് അവിടെ നിൽക്കട്ടെ കൃഷ്ണ. ഞാൻ നിന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. കൃഷ്ണൻ പിതാശ്രീയെ നോക്കി. അപ്പോൾ നന്ദഗോപര് പറഞ്ഞു, നീ രാധയുടെ പഴയ കണ്ണനാണോ കൃഷ്ണ? കൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ ഒന്ന് നടുങ്ങിപ്പോയി. കൃഷ്ണന്റെ പെരുവിരൽ മുതൽ ഒരു വൈദ്യുത തരംഗം പ്രവഹിക്കുന്നത് പോലെ കൃഷ്ണന് തോന്നി. കൃഷ്ണൻ നന്ദന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോൾ നന്ദന് ചോദിച്ചു, പറയൂ കൃഷ്ണ, നീ പറഞ്ഞു നീ ഞങ്ങളുടെ പഴയ ബാലഗോപാലനാണെന്ന്. അതുപോലെ നിനക്ക് പറയാമോ, നീ രാധയുടെ പഴയ കണ്ണനാണെന്ന് പറയാമോ കൃഷ്ണ? കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. കൃഷ്ണ, നീ രാധയെ മറന്നു. പക്ഷേ
രാധ നിന്നെ മറന്നിട്ടില്ല കൃഷ്ണ. കൃഷ്ണൻ പിതാശ്രീയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. കൃഷ്ണന്റെ കണ്ണുകൾ വല്ലാതെ കലങ്ങി ചുവന്നു. പിതാശ്രീ പറഞ്ഞു, അവൾ നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. നീ പൊയ്ക്കഴിഞ്ഞപ്പോൾ നിന്റെ കുറവ് ഇന്ന് ഞങ്ങൾക്ക് നികത്തി തരുന്നത് അവളാണ് കൃഷ്ണ. അവൾ എന്നും ഇവിടെയുണ്ട്, എല്ലാ ദിവസവും ഇവിടെയുണ്ട്. ഞങ്ങൾക്കൊരിക്കലും ഒരു പുത്രൻ നഷ്ടപ്പെട്ട ദുഃഖം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ അവൾക്ക് കണ്ണൻ നഷ്ടപ്പെട്ട ദുഃഖം നികത്താൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ കൃഷ്ണ. അവൾ നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലുമില്ല. കൃഷ്ണ, നിനക്ക് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാമോ, ഈ വൃന്ദാവനം വിട്ടതിന് ശേഷം നിനക്ക് രാധയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല എന്ന് നിനക്ക് പറയാമോ? പറയാമോ കൃഷ്ണ? കൃഷ്ണൻ പതുക്കെ പിതാശ്രീയുടെ കൈകൾ വിടുവിച്ചു. കൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റു, തൻ്റെ മുറിയിലേക്ക് പോയി. കൃഷ്ണൻ യശോദാമ്മ വിരിച്ചിട്ട ആ മെത്തയിലേക്ക് 2 കൈകളും എടുത്ത് ശിരസിന്റെ പുറവിന് വെച്ചിട്ട് കൃഷ്ണൻ അങ്ങനെ കിടന്നു. കൃഷ്ണന്റെ കാതുകളിൽ ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങുകയായിരുന്നു. കൃഷ്ണ, കൃഷ്ണ, നീ രാധയുടെ പഴയ കണ്ണനാണോ? നീ രാധയുടെ പഴയ കണ്ണനാണോ കൃഷ്ണ? ആണോ കൃഷ്ണ? നീ രാധയുടെ പഴയ കണ്ണനാണോ? ഇപ്പോഴും കൃഷ്ണ, നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ, നീ രാധയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല എന്ന്? നീ രാധയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയാമോ കൃഷ്ണ? കൃഷ്ണൻ വല്ലാതെ അസ്വസ്ഥനായി. ആ ശബ്ദം അത് തന്നിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുകയാണ്. നീ രാധയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കൃഷ്ണൻ സ്വയം ആലോചിച്ചു നോക്കുകയാണ്. പിതാശ്രീ ചോദിച്ച ചോദ്യം ഇന്നുവരെ താൻ എങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനൊരു കാര്യം താൻ ചിന്തിച്ചിട്ടില്ല. ശരിയാണ്. അവിടുത്തെ തിരക്കിനിടയിൽ എത്രയോ തവണ ഞാൻ അവളെ മറന്നു. പക്ഷെ അവൾ ഓരോ നിമിഷവും എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ വീണ്ടും വാതിൽക്കൽ ആരോ വന്നതുപോലെ തോന്നി. അത് മറ്റാരുമായിരുന്നില്ല, നന്ദഗോപരാണ്. നന്ദഗോപർ വന്ന് കൃഷ്ണന്റെ അടുക്കലിരുന്നു. കൃഷ്ണന്റെ കൈകളെടുത്ത് സ്വന്തം കൈകളിൽ വെച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ രാധയോട് നീതി പുലർത്തിയില്ല കൃഷ്ണ. നീ രാധയോട് നീതി പുലർത്തിയില്ല കൃഷ്ണ. കൃഷ്ണൻ അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. നീതി പുലർത്തിയിരുന്നു എങ്കിൽ നീ വൃന്ദാവനത്തിൽ കാല് കുത്തിയ നിമിഷം നീ പോകേണ്ടിയിരുന്നത് വൃഷഭാനുവിന്റെ വീട്ടിലേക്കായിരുന്നു, ഞങ്ങളുടെ അടുക്കലേക്കായിരുന്നില്ല. നീ ആദ്യം കാണേണ്ടിയിരുന്നത് കൃഷ്ണ രാധയെ ആയിരുന്നു, ഞങ്ങളെ അല്ല കൃഷ്ണ. നീ നിനക്ക് ചുറ്റും കൂടിയ ഗോപികമാരും ഗോപന്മാരുമായിട്ട് ഒരു ദിവസം മുഴുവനും നീ ചെലവഴിച്ചു കൃഷ്ണ. ആ സമയം രാധയുടെ മനസ്സ് എന്തായിരുന്നു എന്ന് ഒരു നിമിഷമെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ കൃഷ്ണ? കൃഷ്ണൻ പുതിയൊരാളെ കാണുന്ന മട്ടിൽ തൻ്റെ പിതാശ്രീയെ നോക്കുകയായിരുന്നു. ഇതിനു മുമ്പൊക്കെ രാധയ്ക്ക് വേണ്ടി തന്നോട് വാദിച്ചു കൊണ്ടിരുന്നത് ബലരാമൻ ജ്യേഷ്ഠനായിരുന്നു. ഇന്നാകട്ടെ തികച്ചും വ്യത്യസ്തനായിട്ട്. അപ്പോൾ നന്ദഗോപർ പറഞ്ഞു, കൃഷ്ണ, നീ വൃന്ദാവനത്തിൽ കാലുകുത്തിയ നിമിഷം നീ പോകേണ്ടിയിരുന്നത് രാധയുടെ അടുക്കലേക്കായിരുന്നു. ഗോപികമാരെയും ഗോപന്മാരെയും കാണുന്നതിനേക്കാൾ മുമ്പ് നീ പോകേണ്ടിയിരുന്നത് രാധയുടെ അടുക്കലായിരുന്നു കൃഷ്ണ. കാരണം നീ വൃന്ദാവനം വിട്ടു. കുറേ ദിവസങ്ങൾ നിനക്ക് വേണ്ടി ഗോപികമാർ വിലപിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ കണ്ണീർ അവർക്കൊക്കെ അടങ്ങി. അവർ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി കൃഷ്ണ. ഗോപിയെയും ഗോപന്മാരും എല്ലാം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. പിന്നെ വല്ലപ്പോഴും ഒരിക്കലാണ് അവർ നിന്നെ ഓർത്തത്. പക്ഷേ രാധ ഇതുവരെയും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. നിനക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ എനിക്ക് കഴിയും കൃഷ്ണ. കാരണം അവൾ ഇവിടെ വന്ന് യശോദയെ സഹായിക്കും.
യശോദയെ സഹായിച്ചതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് കണ്ണീര് തുടച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ചെയ്തത് തെറ്റായിരുന്നു കൃഷ്ണ, നീ ചെയ്തത് തെറ്റായിരുന്നു കൃഷ്ണ. നീ ആദ്യം പോകേണ്ടിയിരുന്നത് രാധയുടെ അടുക്കലേക്കായിരുന്നു, ഗോപികമാരുടെ അടുത്തല്ല, ഗോപന്മാരുടെ അടുക്കലല്ല കൃഷ്ണ, അല്ല കൃഷ്ണ. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് പരിഭവമുണ്ട്. 2 ചുവട് നടന്നിട്ട് തിരിച്ചു നിന്ന് ചോദിച്ചു, ഇത് ഞങ്ങൾ ആട്ടിടയന്മാരുടെ പരിഭവമാണ് മകനെ, ചക്രവർത്തിമാരുടേത് എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ ക്ഷമിക്കുക. കൃഷ്ണന് തൻ്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി, നൂറായി നുറുങ്ങുന്നത് പോലെ തോന്നി. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. കൃഷ്ണൻ ഉറക്കത്തെ കൃഷ്ണൻ അങ്ങനെ കിടന്നുകൊണ്ട് പറഞ്ഞു, രാധ രാധ രാധേ രാധേ, മാപ്പ് 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 രാധേ. പിതാശ്രീയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. വീണ്ടും വീണ്ടും കൃഷ്ണന്റെ മനസ്സിൽ വരികയാണ് ദന്തന്റെ വാക്കുകൾ. നീ ആദ്യം പോകേണ്ടിയിരുന്നത് രാധയുടെ അടുക്കലേക്കാണ്. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഹൃദയസ്പർശിയായ കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. അതിനുമപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. അതേ, കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകുകയാണ്. കൃഷ്ണന്റെ ചുണ്ടുകളിൽ നിന്ന് ആ വാക്കുകൾ വരികയാണ്, രാധ രാധ. അതോടൊപ്പം തന്നെ നന്ദന്റെ വാക്കുകളും മുഴങ്ങുന്നു. നീ വൃന്ദാവനത്തിൽ കാലുകുത്തിയ നിമിഷം പോകേണ്ടിയിരുന്നത് രാധയുടെ അടുക്കലേക്കായിരുന്നു കൃഷ്ണ. നീ ഈ വൃന്ദാവനം വിട്ട് മധുരയിൽ പോയതിനു ശേഷം എപ്പോഴെങ്കിലും രാധയെ ഓർത്തിട്ടുണ്ടോ? 4 വശത്തു നിന്നും ഈ ചോദ്യം മുഴങ്ങുന്നത് പോലെ തോന്നി, 4 ദിക്കുകളിൽ നിന്നും ഈ ചോദ്യം മുഴങ്ങുന്നത് പോലെ തോന്നി. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ഇനി എന്ത്? കാത്തിരിക്കണേ അടുത്ത എപ്പിസോഡിനായിട്ട്. കാരണം ഇനി അങ്ങോട്ടുള്ളത് വളരെ വലുതാണ്. അതിപ്പോ പറഞ്ഞാൽ നമുക്ക് നേരത്തെ നിർത്തിയെടുത്തെന്ന് ബാക്കി തുടങ്ങാൻ പറ്റില്ല. ഇനി എന്തെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയും. അപ്പോൾ നമുക്ക് നേരത്തെ നിർത്തിയെടുത്തെന്ന് തുടങ്ങാം. അതെ, യുധിഷ്ഠിരന്റെ മണിയറയിൽ ദ്രൗപദിയോട് യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ ദ്രൗപദി, നീ ഞങ്ങളെ 5 പേരെയും ഭർത്താവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നമുക്കങ്ങനെ അഭിനയിച്ചാൽ മതി ദ്രൗപദി. നിന്നെ ഞാൻ ആ അർജുനന്റെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. എന്തു പറയുന്നു? രാധാറാണി ദ്രൗപദി വീണ്ടും അങ്കലാപ്പിലായി മാറിയിരിക്കുന്നു. ഇതാ ഒരിക്കൽ കൂടി വീണ്ടും തനിക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം വന്നിരിക്കുന്നു. ദൈവമേ, ഇതെന്തൊരു വിധിയാണ്! ഈ ജ്യേഷ്ഠാനുജന്മാർ അവരുടെ മനസ്സ് വായിക്കുക പ്രയാസം. സത്യം പറഞ്ഞാൽ ദ്രൗപദിക്ക് യുധിഷ്ഠിരനോടുള്ള ആ അടുപ്പമില്ലായ്മയങ്ങ് മാറിക്കിട്ടി. അദ്ദേഹം വിശാല മനസ്കനാണ്. അപ്പോൾ ദ്രൗപദി വീണ്ടും അസ്വസ്ഥയായി. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എഴുന്നേൽക്കൂ രാധേ, എഴുന്നേൽക്കൂ ദ്രൗപദി. എനിക്കെപ്പോഴും രാധേന്നേ വരൂ. എഴുന്നേൽക്കൂ ദ്രൗപദി, നമുക്ക് അർജുനന്റെ അടുക്കലേക്ക് പോകാം. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, എനിക്കൊരു കുറച്ചു നിമിഷം തരുമോ? അല്പം ശാന്തമായി ആലോചിക്കാൻ. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ അല്പം മാറി നിൽക്കണോ? ദ്രൗപദി പറഞ്ഞു, അതെ. യുധിഷ്ഠിരൻ പുറത്തേക്കിറങ്ങി, കതകുകൾ ചാരി. അപ്പോൾ ആലോചിക്കുകയാണ്, എന്തു വേണം.
ധ്യാനത്തിലേക്ക് പോയി. ദ്രൗപദി ധ്യാനത്തിലേക്ക് പോയി. കാരണം ഈ അവസ്ഥയിൽ, ഈ നിർണായകമായ അവസ്ഥയിൽ തന്നെ സഹായിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, രാധയ്ക്ക്. ഗാഠമായ രാധയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം അതേ ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. വൃന്ദാവനത്തിൽ തൻ്റെ ശയ്യയിൽ കിടന്നുകൊണ്ട് രാധാറാണി ആ വിളി കേൾക്കുകയാണ്. പെട്ടെന്ന് രാധാറാണി കണ്ണുകൾ തുറന്നു. രാധാറാണി അവിടുന്ന് ചോദിച്ചു, എന്താണ് ദ്രൗപദി, എന്താണ് കൃഷ്ണേ നിനക്ക് വേണ്ടത്? അപ്പോൾ കൃഷ്ണ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ രാധാറാണി പറഞ്ഞു, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിനക്കൊരു നല്ല ദാമ്പത്യം വേണമെങ്കിൽ നീ അർജുനനെ മാത്രം ഭർത്താവായി സ്വീകരിക്കുക. അതല്ല, നിനക്ക് ദ്രോണരെ വധിക്കണമെന്നുണ്ടെങ്കിൽ 5 പേരുടെയും ഭാര്യയാവുക. അപ്പോൾ പറഞ്ഞു, എനിക്ക് 5 പേരുടെയും ഭാര്യയാകണം. പക്ഷേ അതെന്നെ കൊണ്ട് പറ്റുമോ? എങ്ങനെ പറ്റും? എൻ്റെ പേരിൽ ഇവരെല്ലാം തമ്മിത്താൻ കലഹിക്കില്ലേ അവസാനം? അങ്ങനെയും എനിക്കൊരു പേടിയുണ്ട്. ഞാൻ എങ്ങനെ, ആരുടെ ഭാര്യയായി? ഇന്നത്തെ ദിവസം ഞാൻ യുധിഷ്ഠിരൻ, നാളത്തെ ദിവസമോ? അപ്പോൾ അല്പനേരം ഒരു നിശബ്ദത പരന്നു. അപ്പോൾ അവിടെ ഒരു പ്രകാശ രൂപമുണ്ടായി. ആ സമയത്ത് രാധാറാണിയുടെ ആ സ്വരം വളരെ വ്യക്തമായി ദ്രൗപദി എന്ന കൃഷ്ണ കേട്ടു. കൃഷ്ണേ, നീ 5 പേരുടെയും ഭാര്യയാകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിനക്ക് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം എന്തു ചെയ്യണമെന്ന്. ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാകും. ഈ 5 പേരെയും ഒന്നിച്ചു നിർത്താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി 5 പേരും തമ്മിലുള്ള കലഹത്തിലേക്ക് പോകും കൃഷ്ണേ. അതുകൊണ്ട് നീ യുധിഷ്ഠിരനോട് പറയണം, ഇന്നു മുതൽ 1 വർഷത്തേക്ക് നീ യുധിഷ്ഠിരന്റെ ഭാര്യയായിരിക്കും. അത് കഴിഞ്ഞാൽ 1 വർഷം ഭീമസേനന്റെ, അത് കഴിഞ്ഞാൽ 1 വർഷം അർജുനന്റെ, പിന്നെ നകുലന്റെ, പിന്നെ സഹദേവന്റെ. അങ്ങനെ 1 വർഷം ഒരാളുടെ ഭാര്യ. അങ്ങനെ നീ യുധിഷ്ഠിരന്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുമായുള്ള സ്പർശമോ അവരുമായുള്ള സംസാരമോ പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ വീണ്ടും ദ്രൗപദി പറഞ്ഞു, അമ്മേ, ഞാൻ യുധിഷ്ഠിരനുമായി 1 വർഷം കിടക്ക പങ്കിട്ടിട്ട് അടുത്ത ഭീമസേന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനേ പരിശുദ്ധയായി എങ്ങനെ മാറും? അപ്പോൾ രാധാജി പറഞ്ഞു, നീ വിഷമിക്കണ്ട. ഓരോ വർഷം അവസാനിക്കുമ്പോഴും നീ ചന്ദ്രായന വ്രതമെടുക്കണം. ആ ചന്ദ്രായന വ്രതം എടുക്കുന്നതോടുകൂടി നീ പരിശുദ്ധയായി തീരും. അതിനുശേഷം നീ അടുത്ത ആളിൻ്റെ ഭാര്യയാകും. അപ്പോൾ ആ ശബ്ദം നിന്നു, പ്രകാശം നിന്നു. ദ്രൗപദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ദ്രൗപദി അവിടെ നിന്ന് എഴുന്നേറ്റു, കതക് തുറന്നിട്ട് പറഞ്ഞു, ആര്യപുത്ര വന്നാലും. അപ്പോൾ യുധിഷ്ഠിരനകത്തേക്ക് വന്നു. അപ്പോൾ ദ്രൗപദി കതക് അടച്ചിട്ട് പറഞ്ഞു, ആര്യപുത്ര, ഞാൻ രാധയെ ധ്യാനിക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ അത്ഭുതം തോന്നി. യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്കിത് ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഈ രാധ, കൃഷ്ണന്റെ വെറുമൊരു പ്രണയിനിയായ രാധ, അതിനെ നീ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുക. അപ്പോൾ നിനക്ക് ഇപ്പം മറുപടി കിട്ടുക. അപ്പോൾ പറഞ്ഞു, അങ്ങ് പണ്ഡിതനാണ്, അങ്ങ് മഹാപണ്ഡിതനാണ്, അങ്ങ് പാണ്ഡിത്യം വെച്ച് അളക്കുന്നത് കൊണ്ടാണ് രാധയെ കിട്ടാത്തത്. ബുദ്ധി ഉപേക്ഷിക്കൂ. ബുദ്ധി ഉപേക്ഷിക്കുന്നവന് മാത്രമേ രാധ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. എൻ്റെ ധ്യാനത്തിൽ എനിക്ക് രാധാറാണി ഒരു കാര്യം പറഞ്ഞു തന്നു. അപ്പൊ യുധിഷ്ഠിരൻ ചോദിച്ചു, രാധാറാണി ഇവിടെ വന്നോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, അതിന് സമയമായിട്ടില്ല. രാധാറാണി എന്നോട് പറഞ്ഞു, 1 വർഷം ഒരാളോടൊപ്പം, ആ 1 വർഷം തീരുമ്പോൾ ഞാൻ ചന്ദ്രായന വ്രതമെടുക്കണം. അതോടുകൂടി ഞാൻ പരിശുദ്ധയായിട്ട് മാറും. അങ്ങനെ ഞാൻ
നിങ്ങളോടൊത്ത് കഴിയുന്നതായിരിക്കും. അങ്ങ് സഹോദരന്മാരുമായി ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക. യുധിഷ്ഠിരൻ മറ്റ് സഹോദരന്മാരുടെ അടുക്കലേക്ക് പോയി. കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നതിനപ്പുറം അവർക്കല്ലെങ്കിലും ഒന്നുമില്ല. ഞാനിത് പറഞ്ഞു. ദ്രൗപദി എടുത്ത ഈ തീരുമാനം വളരെ നല്ലതാണ്. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. അടുത്ത ദിവസം ദ്രൗപദി വളരെ സന്തോഷവതിയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദൻ വളരെ നിർബന്ധിച്ച് കൃഷ്ണനെയും ബലരാമനെയും അവരുടെ സന്തത സഹചാരിയായ സാത്യകിയെയും തൻ്റെ ഭർത്താക്കന്മാരുടെ താമസ സ്ഥലത്തിനടുത്തുള്ള കൊട്ടാരക്കെട്ടിലേക്ക് അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പോൾ തനിക്കിനി എല്ലാ ദിവസവും കൃഷ്ണനെ കാണാൻ പറ്റും. ഒരു ഭക്തി കലർന്ന സ്നേഹം ദ്രൗപദിയിലുണ്ടായി. കൃഷ്ണനെ കുറിച്ച് ദ്രൗപദിക്ക് ഇപ്പോൾ വല്ലാത്ത ആദരവാണ്. കാരണം തൻ്റെ പിതാശ്രീ വളരെ കർക്കശക്കാരനാണ്, വളരെ പരുഷനാണ്. എന്നിട്ടും തൻ്റെ പിതാശ്രീ വളരെ ബഹുമാനത്തോടു കൂടി മാത്രമാണ് കൃഷ്ണനോട് സംസാരിക്കുന്നത്. തൻ്റെ ധീരനായ ജ്യേഷ്ഠൻ ദൃഷ്ടദ്യുമ്നൻ അങ്ങേയറ്റം കൃഷ്ണന്റെ മുന്നിൽ വിനീതനാകുന്നു. തൻ്റെ അനുജൻ സത്യജിത്താകട്ടെ കഠിന കൃഷ്ണഭക്തനായി തീർന്നു കഴിഞ്ഞു. ഇതൊരു അത്ഭുതമല്ലേ? ഈശ്വര അവതാരമെന്ന് സഹോദരന്മാര് പോലും വിശ്വസിക്കുന്ന തൻ്റെ ഭർത്താവ് യുധിഷ്ഠിരൻ ഇന്ന് കൃഷ്ണൻ പറയുന്നതിനപ്പുറം യാതൊന്നുമില്ല എന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പം തുറന്ന പെരുമാറ്റക്കാരനാണ് ഭീമസേനൻ. ചില സമയത്ത് അസ്ഥാനത്ത് ചില തമാശകൾ കൃഷ്ണനോട് പറയുമെങ്കിലും ഭീമസേനന് പോലും അങ്ങേയറ്റം ബഹുമാനമാണ് കൃഷ്ണനോട്. പിന്നെ അർജുനനാകട്ടെ ഗോവിന്ദന്റെ സന്തത സഹചാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നകുലനും മിതമാക്ഷിയായ സഹദേവനും ആരാധനയോടെയാണ് കാണുന്നത്. എനിക്ക് പോകണം കൃഷ്ണന്റെ അടുക്കലേക്ക്. പക്ഷേ ഒരു നിമിഷം ദ്രൗപദി നിന്നു. ദ്രൗപദി വീണ്ടും രാധയെ ധ്യാനിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ രാധയുടെ മാത്രം സ്വന്തമാണ്. അതെനിക്കറിയാം. എനിക്ക് കൃഷ്ണനെ കാണാനുള്ള അനുവാദം തരണം. അടിക്കടി എനിക്ക് കൃഷ്ണനെ കാണാൻ തോന്നുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ എനിക്ക് വന്നാൽ കൃഷ്ണനെ കാണാനുള്ള അനുവാദം തോൾക്ക് കിട്ടണം. രാധാറാണിയുടെ ശബ്ദം മുഴങ്ങി, നിനക്ക് എപ്പോഴൊക്കെയാണോ കൃഷ്ണനെ കാണാൻ ആഗ്രഹം തോന്നുന്നത് അപ്പോഴൊക്കെ നിനക്ക് കൃഷ്ണനെ കാണാം. അതിനെൻ്റെ അനുവാദം വേണ്ട. ഇന്ന് കൃഷ്ണൻ രാധയുടെ മാത്രമല്ല സർവരുടേതുമായി മാറിക്കഴിഞ്ഞു. ദ്രൗപദി ഉത്സാഹത്തോടു കൂടി ഉപാധ്യാനം മുറിച്ചു കടന്ന് കൃഷ്ണന്റെ മുറിയുടെ നേർക്ക് നടന്നപ്പോൾ അതിനകത്ത് രണ്ടുപേരിയ്ക്കുന്നു. ഒന്ന് ഭീമസേനൻ, മറ്റൊന്ന് മത്സ്യരാജ്യത്തെ രാജാവായ സാക്ഷാൽ വിരാടനും. പാണ്ഡവർക്ക് വേണ്ടി പ്രത്യേക സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിരാടനോട് കൃഷ്ണൻ. ആ സമയത്ത് ഭീമൻ ഉള്ളത് കൊണ്ട് അല്പമൊന്ന് മടിച്ചു. കാരണം ഈ പ്രതിജ്ഞ അനുസരിച്ച് ഇനി ഒരു വർഷത്തേക്ക് എന്തിനു പാടില്ല മറ്റുള്ളവരോട് സംസാരിക്കാനോ അവരുടെ ശരീരത്തെ തൊടാനോ പാടില്ല. പെട്ടെന്നാണ് ഭീമൻ ഇത് കണ്ടത്. ഭീമൻ ഓടി വന്നു, ദ്രൗപദിയുടെ കൈക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. വന്നതിന് ശേഷം ദ്രൗപദിയെ താഴേക്ക് അങ്ങ് തള്ളി. വീഴാൻ പോയ ദ്രൗപദിയെ രണ്ട് കൈകൊണ്ടും താങ്ങി, എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. പക്ഷേ ഭീമസേനന്റെ ഈ പ്രവൃത്തി വല്ലാത്ത അങ്കലാപ്പാണ് ദ്രൗപദിക്കുണ്ടായത്. ഇത് എന്തുമാതിരിയുള്ള പെരുമാറ്റമാണ്! ഇന്നലെ പ്രതിജ്ഞ എടുത്തതാണ് തന്നെ തൊട്ടുകൂടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭീമസേനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എല്ലാ സ്ത്രീകളും മോഷ്ടാക്കളാണ് അല്ലേ കൃഷ്ണ? അവരാദ്യം ഹൃദയം മോഷ്ടിക്കും, പിന്നെ നമ്മുടെ യുവത്വം മോഷ്ടിക്കും, പിന്നെ നമ്മളെ തന്നെ മോഷ്ടിക്കും. ഇവൾ എന്നെ തന്നെ മോഷ്ടിച്ചു കഴിഞ്ഞു കൃഷ്ണ. അതല്ലേ ഞാൻ പറഞ്ഞത്? തെറ്റുണ്ടോ കൃഷ്ണ? കാരണം സ്ത്രീകളെ കുറിച്ച് നിന്നെപ്പോലെ മറ്റാർക്കും അറിയില്ലല്ലോ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ ഭീമൻ ജ്യേഷ്ഠ, കൃഷ്ണയെ ഇങ്ങനെ പേടിപ്പിക്കാതെ. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, പാഞ്ചാലത്തിലെ രാജകുമാരിക്ക് പേടിക്കുകയോ? കൊള്ള, ഇവള് ഇന്നലെ ഞങ്ങളുടെ ജ്യേഷ്ഠനായ
യുധിഷ്ഠിരനെ പിടിച്ച പിടിയിൽ നിർത്തി ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. ദ്രൗപദി ആകെ അങ്ങ് പരിഭ്രമിച്ചു. കാരണം ഈ പ്രതിജ്ഞ ഒരു അന്യയാൾ അറിയുന്നത് ദ്രൗപദിക്ക് ഇഷ്ടമല്ല. ഇത് ഈ 5 സഹോദരന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നാണ് ദ്രൗപദി ആഗ്രഹിച്ചത്. പക്ഷേ ഭീമൻ അല്പം വിടുവായത്തമാണ്. അപ്പോൾ പറഞ്ഞു, ദ്രൗപദി നീ വിഷമിക്കണ്ട, ഈ കൃഷ്ണൻ എനിക്കെൻ്റെ കുഞ്ഞനുജനെ പോലെയാണ്. മറ്റുള്ളവർ ഇയാളെ ഭഗവാൻ വാസുദേവൻ എന്നൊക്കെ പറഞ്ഞു വാഴ്ത്തുന്നുണ്ട്, പക്ഷേ എനിക്കെൻ്റെ അനുജനാണ്. എന്നും ഉറക്കമെഴുന്നേറ്റാൽ ഈ കൃഷ്ണൻ എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കും, അല്ലേ കൃഷ്ണ? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ശരിയാണ് ഭീമൻ ജ്യേഷ്ഠ, ഞാൻ അങ്ങയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചില്ലെങ്കിൽ അങ്ങ് എന്നെ ആ ശരീരം കൊണ്ട് അങ്ങ് കെട്ടിപ്പിടിക്കും, പിന്നെ എൻ്റെ എല്ലുകളെല്ലാം തകർന്നു പോകും. അത് ശരിയാക്കാനായി ദേവന്മാർക്ക് പോലും സാധ്യമല്ല എന്ന് പറഞ്ഞ് കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. ഭീമസേനാകട്ടെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഭീമസേനൻ പറഞ്ഞു, അല്ല കൃഷ്ണ, നിങ്ങൾ അറിഞ്ഞു ഇവൾ ഓരോ വർഷവും ഒരാളുടെ മാത്രം ഭാര്യ, ഒരാളൊഴികെ ബാക്കി 4 പേരും പിന്നെ 4 വർഷത്തേക്ക് ഭാര്യ ഇല്ലാതെ കഴിയണം. ഇതെന്തൊരു ചതിയാണ്. ദ്രൗപദി അങ്ങ് ആകപ്പാടെ പെട്ടുപോയി. ഇതെന്തൊക്കെയാണ് ഈ വിളിച്ചു കൂവുന്നത് വേറൊരാളോട്? എന്നിട്ട് ഭീമസേനൻ പറഞ്ഞു, എനിക്ക് ഈ 4 വർഷം ഭാര്യയില്ലാതെ ജീവിക്കുന്നത് ചിന്തിക്കാൻ വയ്യ, ഞാൻ ഹിഡിംബിയെ വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇച്ചിരി മുമ്പേ ഭാര്യയായി എന്നെ തള്ളിയിടാൻ നോക്കി. നമുക്കിടയിൽ മാത്രം നിൽക്കേണ്ടതാ രഹസ്യം എന്താ ഇപ്പൊ ഗോവിന്ദനും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, നിന്നെ ഞാൻ തള്ളിയിട്ടതല്ലേ ഉള്ളൂ. നിനക്കറിയാമോ ഹിഡിംബിയെ? അവൾ എൻ്റെ ഭാര്യയായിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അവളെ അങ്ങോട്ട് എടുത്തിട്ട് ഒറ്റയേറി, എന്നിട്ട് അവൾ നിലത്ത് വീഴുന്നതിന് മുമ്പ് ഞാൻ അവളെ ഇഞ്ഞു പിടിച്ചു. അതോടുകൂടി അവൾ എനിക്ക് അടിമ. എന്നിട്ട് ഭീമൻ വീണ്ടും ചിരിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ ഭീമൻ ജ്യേഷ്ഠ, നിങ്ങൾക്ക് ഈ രാക്ഷസികളെ പ്രണയിക്കാനേ അറിയാവൂ. ഇവൾ ലോലഹൃദയാണ്. അപ്പൊ പറഞ്ഞു, ആര്? ദ്രൗപദി ലോലഹൃദയോ? ലോലഹൃദയാണെങ്കിൽ ഇവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അല്ല, ഇങ്ങനെ ഒരു തീരുമാനം നിനക്ക് എങ്ങനെയാണ് കിട്ടിയത്? അപ്പോൾ ഉടനെ ആ ദ്രൗപദി പറഞ്ഞു, എനിക്ക് കിട്ടിയത് അങ്ങയുടെ പകുതി ശരീരത്തിൽ നിന്നാണ്. എൻ്റെ പകുതി ശരീരമോ? അതേ, രാധ. അത് കേട്ടപ്പോൾ കൃഷ്ണൻ ഒരു നിമിഷം തന്നെ മറന്നിരുന്നു. കൃഷ്ണന്റെ മുഖഭാവങ്ങൾ മാറി മറയുന്നത് കൗതുകത്തോടു കൂടിയാണ് ഭീമസേനനും ദ്രൗപദിയും കണ്ടത്. ഭീമസേനൻ പറഞ്ഞു, അല്ല കൃഷ്ണ, നിങ്ങൾ വില്ലാളി വീരനാണ്. ഇന്ന് സകല ആൾക്കാരും നിങ്ങളുടെ പാദങ്ങളിൽ നമിക്കുകയാണ്. നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് ഭാരതരാജ്യം കിടന്ന് കറങ്ങുന്നത്. ആ നിങ്ങൾക്ക് രാധ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവം അതെനിക്ക് അമ്പരപ്പിക്കുന്നതാണ്. നിങ്ങൾ വൃന്ദാവനത്തിൽ ഈ രാധയുമൊത്ത് ആടിപ്പാടി നടന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു നിമിഷം കൃഷ്ണൻ തൻ്റെ കണ്ണുകളൊന്ന് ചിമ്മി. ദ്രൗപദി കൗതുകത്തോടെ അത് നോക്കിക്കൊണ്ടു നിന്നു. എന്നിട്ട് പറഞ്ഞു, രാധ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്, അത് അതേ കണക്ക് തന്നെ അനുസരിക്കണം കൃഷ്ണേ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഈ ഭീമൻ ജ്യേഷ്ഠൻ അത് തെറ്റിച്ചു. ഊഴമനുസരിച്ച് ഞാനിപ്പോൾ 1-ാം പാണ്ഡവന്റെ ഭാര്യയാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ ശരീരത്ത് പിടിച്ചു. ഇത് ശരിയാണോ ഗോവിന്ദ? അപ്പോൾ ഉടനെ ഭീമൻ പറഞ്ഞു, എനിക്ക് വാഗ്ദാനത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. ഇന്ന് മധ്യാഹ്നത്തിന് ശേഷമേ അത് ആരംഭിക്കൂ. സൂര്യൻ ആകാശ മധ്യത്തിലെത്താൻ ഇനിയും എത്രയോ ഘടികകൾ ബാക്കിയാണ്. അത് കഴിഞ്ഞാൽ നിന്റെ ദേഹത്ത് ഞാൻ തൊടില്ല കൃഷ്ണേ. എപ്പോൾ ദ്രൗപദി പറഞ്ഞു, അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഞങ്ങൾ ഹസ്തിനപുരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, കൃഷ്ണ, അങ്ങും ഞങ്ങളോടൊപ്പം ഹസ്തിനപുരത്തിലേക്ക് വരണം. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, ഇതും നിനക്ക് രാധ പറഞ്ഞു തന്നതാണോ? അതിന് മറുപടി ദ്രൗപദി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, കൃഷ്ണ, ഞങ്ങളോടൊത്ത് ഹസ്തിനപുരത്തിലേക്ക് വരണം.
വന്നില്ല എങ്കിൽ കൃഷ്ണ നിന്നെ കെട്ടിയെടുത്ത് എൻ്റെ തോളത്തിട്ടോണ്ട് ഞാൻ പോകും. അത്രയും പറഞ്ഞു ഭീമൻ പിന്നെയും ചിരിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അത്രയ്ക്ക് സാഹസം വേണ്ട ജ്യേഷ്ഠ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യണം. ബലരാമൻ ജ്യേഷ്ഠനോട് ചെന്ന് പറയണം, ബലരാമൻ ജ്യേഷ്ഠനും കൂടെ വന്നാൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറയണം. അതോടൊപ്പം തന്നെ അവിടെ മടങ്ങാൻ, ദ്വാരകയിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന യാദവ അതിരഥിമാരും രാജകുമാരന്മാരും എന്നോടൊപ്പം വരണം. അത് പറഞ്ഞപ്പോൾ കൃഷ്ണന്റെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹസ്തിനപുരം. ഒട്ടും ജ്ഞാനമില്ലാത്തവനാണ് ദുര്യോധനൻ. അവന്റെ കൂടെയാകട്ടെ കർണനും. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം തന്നെ വേണ്ടി വരാം. യാദവ അതിരഥന്മാരും കൂടെ ഇരിക്കട്ടെ. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യവും കൂടി, നിങ്ങൾ ഹസ്തിനപുരത്തിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ആളുകൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരറിയണം ഞാൻ വരുന്നു എന്ന്. അതുകൊണ്ട് സാത്യകിയും മണിമാൻ കുമാരനും ഞങ്ങൾക്ക് മുമ്പേ പോകട്ടെ, എന്നിട്ട് വിളംബരം ചെയ്യട്ടെ അവരെ കാണാൻ ഞാൻ വരുന്നു എന്ന്. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഏയ് എന്തിനാണ് ഇവരെയൊക്കെ കാണുന്നത്? അപ്പോൾ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠ, അവർക്കൊക്കെ 1000 സങ്കടങ്ങളുണ്ട്. അവരത് എന്നോട് പറയും. അത് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം നിറയും. അത് കാണുമ്പോഴാണ് ഞാൻ ഒരു ഇടയനാണെങ്കിലും എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു എന്ന് തോന്നിയത്. ദ്രൗപദിയുടെ കണ്ണുകളിൽ ഒരു കൗതുകവും ഭക്തിയും നിറഞ്ഞു. എന്നിട്ട് ഭീമസേനനോട് പറഞ്ഞു, ഇനി നമുക്ക് പോകാം, അല്പനേരം ഗോവിന്ദനെ ഒറ്റയ്ക്ക് വിടൂ. അങ്ങനെ ഭീമനും ദ്രൗപദിയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരാൾ വരികയാണ്. ഉയർന്ന് വിരിഞ്ഞ മാറിടവും മെലിഞ്ഞതെങ്കിലും ദൃഢമായ ശരീരവും ദൈവീകമായ സൗന്ദര്യവും തുളുമ്പുന്ന അർജുനൻ. അർജുനൻ ഒരു കൊടുങ്കാറ്റ് പോലെ കയറി വന്നു. അപ്പോൾ ഭീമസേനൻ കൃഷ്ണനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ കൃഷ്ണ, ഈ അർജുനനാണ് ഇപ്പൊ ദ്രൗപദിയെ വിവാഹം കഴിച്ചതെങ്കിലും ഇവിടെ ഇപ്പൊ ഞാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് ദ്രൗപദിയെയും വിളിച്ചു കൊണ്ടുപോയി. അർജുനനാകട്ടെ അല്പം പുച്ഛത്തോടെ ദ്രൗപദിയെ നോക്കി. എന്നിട്ട് കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, അങ്ങെല്ലാം അറിഞ്ഞു കാണും, അങ്ങെല്ലാം അറിഞ്ഞു കാണും. ഞാൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഇവളിനി അടുത്ത 4 വർഷത്തേക്ക് മറ്റൊരാളുടെ ഭാര്യ. 1 വർഷം വരെ എനിക്ക് അവളോട് മിണ്ടാൻ പോലും സാധിക്കില്ല, അവളുടെ ദേഹത്ത് പോലും തൊടാൻ പറ്റില്ല. ഇത് ഞാൻ അംഗീകരിക്കില്ല, ഇത് ഞാൻ അംഗീകരിക്കില്ല കൃഷ്ണ. കൃഷ്ണൻ ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ കൃഷ്ണൻ ഞെട്ടിപ്പോയി. ആ വാക്കിന്റെ അലയലികൾ ദ്രൗപദിയും കേട്ടു. ദ്രൗപദിയും ഞെട്ടിപ്പോയി. ഭീമനാകട്ടെ തൻ്റെതായ ഒരു ലോകത്തിൽ മുഴുകുകയാണ്. അതേ, ദ്രൗപദി എടുത്ത ഈ തീരുമാനം അംഗീകരിക്കാൻ അർജുനൻ തയ്യാറല്ല. അങ്ങനെ 4 പേരും കൂടെ ചേർന്ന് ദ്രൗപദിയുടെ ഭർത്താവുക. 4 വർഷം ദ്രൗപദിയെ കിട്ടാൻ കാത്തിരിക്കുക. അതിന് തയ്യാറല്ല കൃഷ്ണ, ഞാൻ ഇതിന് തയ്യാറല്ല കൃഷ്ണ. കൃഷ്ണൻ അമ്പരന്ന് നിന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? പാണ്ഡവരുടെ ഇടയിൽ കലഹം വരികയാണോ? കലഹം വരികയാണോ? കൃഷ്ണൻ അമ്പരന്ന് നോക്കുന്നു. അതെ അതെ, അക്ഷോഭ്യനായി, എന്നാൽ ഒട്ടും തന്നെ വഴങ്ങാതെ അർജുനനും. ഇനി എന്ത്, ഇനി എന്ത്, ഇനി എന്ത്? കാത്തിരിക്കൂ, കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.